സമൂഹ മാധ്യമങ്ങളിൽ ചിലർ നടത്തുന്ന പദപ്രയോഗങ്ങളെക്കുറിച്ചാണ്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലും ഇപ്പോൾ ചില പദപ്രയോഗങ്ങൾ, അതായത് നമുക്ക് അനിഷ്ടകരമായ ഇടങ്ങളിൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എതിരാളിയെ നമുക്ക് നമ്മുടെ കണ്ടന്റ് കൊണ്ട് നമുക്ക് പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാൻ, അവരെ തകർക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അതിപ്പോൾ പ്രധാനമായും ഈ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളാണ്. പക്ഷേ പുരുഷന്മാരും ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ ചില പദങ്ങൾ ഞാൻ പറയാം. അമ്മായി, അമ്മച്ചി, ആൻറ്റി, ഒപ്പം തന്നെ തന്ത വൈബ് എന്നൊക്കെ നമ്മൾ പല തരത്തിൽ പല ഇടങ്ങളിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അജിംസ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ, ഇപ്പോൾ 70 വയസ്സുള്ള മമ്മൂട്ടി എക്കാലവും നടനാണ്. പക്ഷേ 30കളിലുള്ള പാർവതി തിരുവോത്ത്, അല്ലെങ്കിൽ 30കളിലുള്ള പല നടികളും, അവരെ സംബന്ധമായൊരു വാർത്ത വന്നാൽ എന്തൊക്കെ വൃത്തികേടാണ് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ സ്ത്രീകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നവർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അല്ല, ഈ ആൻറ്റി അങ്കിൾ വിളി, തന്തവൈബ് വിശേഷണം, ഇത് ശരിക്കും ഒരു ഏജിസത്തിൻ്റെ പ്രശ്നമാണ്. ഏജിസം എന്ന് പറഞ്ഞാൽ ഇതൊരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏജിലുള്ള ആളുകൾ ഒരു പ്രത്യേക കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിനും ചെയ്യാനും പറയാനും ആയ ചില കാര്യങ്ങളുണ്ട് എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൊസൈറ്റി. അവിടെയാണ് പ്രശ്നം. അത് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് പ്രായമായ മനുഷ്യരാണ്. ഒരു ഉദാഹരണത്തിന്, പ്രായമായ ഒരാൾ, ഇപ്പോൾ നാസർക്കട പ്രായമുള്ള ഒരാൾ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വന്നാൽ ആളുകൾ എന്തായിരിക്കും പറയുക? ഇപ്പോൾ നാസർക്ക് ഇപ്പോൾ മുണ്ട് ഷർട്ട് ഇട്ടാണ്, നാളെ നാസർക്ക് ഒരു കൊറിയൻ ടൈപ്പ് ഒരു ബാഗി ജീൻസൊക്കെ ഇട്ടിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ തന്നെ എന്തെങ്കിലും കമൻറ്റ് പറയും, അല്ലേ? അത് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അപ്പോൾ ഇത് ഞാൻ നാസർഖാൻ ഉദാഹരണം പറഞ്ഞതാണ്. അത് ഞാൻ നാസർഖാൻ ഇപ്പോൾ കളിയാക്കുന്നതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇത് സൊസൈറ്റി ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അതായത് ചില ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, ചില ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇത്ര പ്രായം വരെ അഭിനയിക്കാവൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്ര പ്രായം വരെ അഭിനയിക്കാവൂ, അതിനുശേഷം അവർക്ക് അഭിനയിക്കാൻ പറ്റില്ല. വേണ്ടി നമ്മൾ മഞ്ജു വാര്യർക്ക് കുറച്ച് എക്സെപ്ഷൻ കൊടുക്കും, എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റില്ല. മഞ്ജു വാര്യരെ ഇപ്പോൾ അധിക്ഷേപിക്കുന്ന കമന്റുകൾ വേറെ ഉണ്ട്. ഓക്കെ, അത് വേറെ ഉണ്ടാവും. അപ്പോൾ ഇത് ആണുങ്ങളുടെ കാര്യത്തിലുണ്ടെന്നേ. അമ്മാവും വിളി, ഇതൊക്കെ പണ്ടേ ഉണ്ട്. അമ്മാവും വിളി, അതുപോലെ അങ്കിൾ വിളി, അമ്മാവനും ഒന്നും മോശമായ പദമല്ല, പക്ഷേ അവരെ തളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമായി മാറിയിട്ടുണ്ട് അത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലം. അല്ല, അത് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഉപയോഗിക്കുന്നുള്ള നമ്മളിപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാരണം ഈ ഇൻസ്റ്റാഗ്രാമിലാണ് അതിൻ്റെ കൂടുതൽ ഉപയോഗം വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറഞ്ഞ നമ്മൾ മുതിർന്നവരെ പറ്റിയല്ല, ഈ ചെറുപ്പക്കാർക്കെതിരെ മുതിർന്നവർ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചെറുപ്പക്കാരായ ഒരാൾക്ക്, ഈ 20കളിലുള്ള ഒരാൾക്ക് ഇത്ര പക്വതയെ ഉണ്ടാകും, അല്ലെങ്കിൽ അവർ ഇങ്ങനെയേ ചിന്തിക്കൂ, അവർക്ക് മെച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. വിവാദം വന്ന അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, ഒരു 25 വയസ്സ് താഴെയുള്ള ഒരു യുവാവോ അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു യുവതി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു കരുത രേഷ്മ, വിവാഹം കഴിക്കാൻ അതിനെപ്പറ്റിയുള്ള സൊസൈറ്റിയുടെ കമന്റ് എന്തായിരിക്കും? അവർക്ക് കല്യാണത്തിന് പ്രായമായോ? അവൻ ഇപ്പോഴും റൈഡർ കണ്ണാപ്പിയല്ലേ? അവർക്ക് കല്യാണം കഴിക്കാനുള്ള പക്വതയുണ്ടോ? ഈ പക്വതയും വിവരവും ജീവിതത്തിൽ വളരെ നിർണായക ഡിസിഷൻ എടുക്കാനുള്ള ഏജ് ഗ്രൂപ്പ് സൊസൈറ്റി എങ്ങനെയാണ് തീരുമാനിക്കുക? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇത് റിവേഴ്സ് ഏജസ് ആണിത്. വയസ്സായവരെ ചെറുപ്പക്കാർ ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ വെർബൽ അറ്റാക്ക് ചെയ്യുന്നു, അതിൻ്റെ വേറൊരു റിവേഴ്സ് ഏജസ് ആണ് ചെറുപ്പക്കാരെ കുറിച്ച് മുതിർന്നവർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഏജിസം എന്നുള്ളത് തീർച്ചയായിട്ടും മാറ്റേണ്ട ഒരു സാധനം തന്നെയാണ്. അത് മാറ്റണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്തിനാണ് മനുഷ്യന്മാരെ കുറിച്ച് ജഡ്ജ് ചെയ്യണത് എന്നൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ. ഈ ജഡ്ജ്മെൻ്റലാവുക മനുഷ്യന്മാർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ മീരാനന്ദൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ ദിവസം. മീരാനന്ദൻ്റെ കല്യാണ ഫോട്ടോയുടെ അടിയിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻസ് കാണണം. അതായത് മീരാനന്ദൻ ചൂസ് ചെയ്ത ഭർത്താവ്, അയാൾക്കില്ലാത്ത കുറ്റമില്ല, അയാൾ വേറെ ആരെയെ പോലെയാണ് ഇരിക്കുന്നത്, ഡാക്കിനിയുടെ കുട്ടൂസൻ്റെ മുഖമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ബോഡി ഷെയ്മിങ് നടത്തുക. എനിക്ക് തോന്നുന്നത് മലയാളികൾക്കിടയിലാണ് കൂടുതൽ ഈ പ്രശ്നമുള്ളത്. മനോരോഗമായി മാറി. തീർച്ചയായിട്ടും ഇതൊരു മനോരോഗമായിട്ട് മാറി. ഇപ്പം ഞാൻ മീരാനന്ദൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പാർവതി ജയറാം, അവരുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ഒരുപാട് ഫോട്ടോകൾ കാണും. അപ്പോൾ അവരുടെ ഫോട്ടോകളുടെ കമൻസാണ്, മുഖത്തൊക്കെ ചുളിവുകൾ വീണിട്ടുണ്ടല്ലോ, അമ്മായിയായി, തള്ളയായി. അവരുടെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയുള്ളൊരു മൊമെൻ്റാണ് അവരുടെ മകളുടെ വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ ആ സ്ത്രീ അപ്പോഴും കേൾക്കുന്നത് ഇത്തരം കമൻറ്റുകളാണ്. സമാന ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ പാർവതിയും മീരയൊക്കെ നമുക്ക് അറിയാം, അതുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. എത്രയോ മനുഷ്യർ ഇത് നേരിടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു തലമുറയുടെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ കമൻറ്റ് കാണുന്നതെങ്കിലും ഇതൊക്കെ ഒരു 90s ജനറേഷനിൽ ആൾക്കാരായിരിക്കും കൂടുതൽ ഇത്തരം കമൻറ്റ് ചെയ്യാൻ. പുതിയ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? യൂട്യൂബിലുണ്ട്. ഇപ്പോൾ അനു ചന്ദ്ര എന്ന് പറയുന്ന മൂവിയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു
എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, നമ്മളൊരു സുഹൃത്താണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന, അവർ നിരന്തരമായി റിവ്യൂ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, അതിനോട് അനിഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർ കേൾക്കുന്ന തെറികൾ ഈ തരത്തിലുള്ളതാണ്. അവരെ അങ്ങ് അടച്ചാക്ഷേപിച്ച് ഏറ്റവും വളരെ മോശമായ രീതിയിലാണ്. പക്ഷേ സമാനമായി മൂവി റിവ്യൂ ചെയ്യുന്ന എത്ര പുരുഷന്മാരുണ്ട്, അവരുടെ ഒന്നും കമൻറ്റുകൾ ഇപ്പോൾ അനിഷ്ടം ഉണ്ടെങ്കിൽ പോലും ആ തരത്തിലല്ല പ്രകടിപ്പിക്കുന്നത്. അതാണ് അവിടെ ഏറ്റവും പ്രശ്നമായത്. യെസ്, അപ്പോൾ അതിലൊരു സ്ത്രീ വിരുദ്ധത കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഏജിസം ഉണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള മനോഭാവമുള്ള ആൾക്കാരാണ് മലയാളികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഈ മലയാളി യൂസേഴ്സിലാണ് ഇത് കൂടുതൽ കാണുന്നത്. മറ്റിടങ്ങൾ അങ്ങനെ അത്ര അധികം ഇല്ല. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അമ്മാവാ പ്രായമായില്ലേ വീട്ടിലിരുന്നൂടെ, അല്ലെങ്കിൽ അമ്മായി, ഇങ്ങനെയൊന്നും പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. കേരളത്തിലാണ് ഈ പ്രശ്നം. നമ്മൾ ഈ പ്രബുദ്ധർ എന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് രേഷ്മയ്ക്കൊക്കെ കൂടുതൽ അതിൽ അനുഭവങ്ങൾ ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. നാസർ, ഇതിപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞു, രാഷ്ട്രീയത്തിലും ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അനിഷ്ടം പ്രകടിപ്പിക്കുന്നവർ ഈ തരത്തിലാണ് എതിരാളികൾ നേരിടുന്നത്. അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് വേറൊരു പ്രശ്നമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈ പിന്നെ ജിൻസ് പറഞ്ഞ ഈ ഏജിസത്തിൻ്റെ ഒരു പ്രശ്നം, അതിപ്പം രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ. രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പിന്നെ നിർബന്ധിത റിട്ടയർമെൻറ്റ് പോലത്തെ ഒരു ഏരിയയാണ് രാഷ്ട്രീയം. ഒന്ന് പാർട്ടി ഓഫീസുകളിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ അപ്പോൾ സ്ഥലങ്ങളിലൊക്കെ, പിന്നെ പാർട്ടി ഓഫീസുകളിലൊക്കെ ഒരു അത്യാവശ്യം നരച്ചൊക്കെ തുടങ്ങിയ സ്ത്രീകൾ അവരുടെ പാർട്ടി പ്രവർത്തനത്തിലും കമ്മിറ്റിയുടെ മീറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കയറി ചെല്ലാൻ തുടങ്ങിയാൽ തന്നെ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ അതാ തള്ളവരുണ്ട് എന്നുള്ളത് സംഗതി മാത്രമല്ല. ഇതെല്ലാം പ്രശ്നം അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവർക്ക് പാർട്ടിയിൽ പിന്നെ ചില ഒരു വിധപ്പെട്ട പാർട്ടികളിലൊക്കെ ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ പോലും അടുത്ത കാലത്ത് പാർലമെൻ്ററി സീറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുകയും ജയിച്ച് വരികയൊക്കെ ചെയ്ത ആളുകളുടെ പ്രായം കണ്ടല്ല. ഇപ്പോൾ ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനൊക്കെ ശേഷം ആ പ്രായത്തിലുള്ള ആൾക്കാർ പിന്നീട് വന്നിട്ടില്ല, ഒരു പാർട്ടിയിലും വന്നിട്ടില്ല. അപ്പോൾ CPM പിന്നെ ഈ പറഞ്ഞ പോലെ ഗൗരിയമ്മ, സുശീല ഗോപാലൻ, പിന്നെ കോൺഗ്രസ്സിലാണെങ്കിൽ പിന്നെ റോസമ്മ ചാക്കോ ഒക്കെ, അങ്ങനത്തെ ഒരു 4-5 ആൾക്കാരെ മാത്രമേ ഇത്രയും കാലത്ത് 70 കൊല്ലത്തെ കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും എണ്ണി പറയാൻ ഉണ്ടാവുള്ളൂ. പിന്നെ വളരെ കൃത്യമായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക എന്നുള്ള ഏർപ്പാടിനോ ഇത്തരം സംഗതികളിലേക്കോ ഇവരെ പരിഗണിക്കുന്നില്ല. ഒന്നത്. 2, പാർട്ടികളിൽ പാർട്ടി ഓഫീസുകളിൽ പൊതുവേദികളിൽ ഇതാണ് കിട്ടുന്ന സ്വീകരണം എന്ന് വെച്ചിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ ഇത്രയും കാലം നടന്നിട്ട് എന്ത് കിട്ടിയെന്നുള്ള ഒരു ചോദ്യമാണ് വീട്ടിൽ നിന്ന് വെച്ചാൽ എല്ലാവരും മക്കളടക്കം വീട്ടിൽ നിന്നുണ്ടാകുന്നത്. ശരിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു ഇതാണ് ഒരു പിന്നെ അവരുടെ അക്കോമഡേറ്റ് ചെയ്യാൻ യാതൊരു ഇതുമില്ലാത്തൊരവസ്ഥയിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് സിനിമയിലേക്കാൾ കൂടുതൽ സംഗതി പിന്നെ അനുഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ തന്നെ സ്ത്രീകളാണെന്ന്. പിന്നെ ഈ ആണുങ്ങൾ പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ വെച്ചാൽ പ്രായമായെന്ന് സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കാതെ ആണല്ലോ. അത് കണ്ടില്ലേ കേരള രാഷ്ട്രീയത്തിലെ ആളുകൾ നിങ്ങൾ എടുത്തു നോക്കി. കേരള രാഷ്ട്രീയവും പിന്നെ കേരള രാഷ്ട്രീയത്തിലുള്ള പ്രവർത്തിക്കുന്ന ആണുങ്ങളും അതുപോലെ തന്നെ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആണുങ്ങളും ഒരേപോലെയാണ്. ഇവർക്ക് ഒരിക്കലും തല ഒരിക്കലും നരക്കില്ല. നരച്ചാൽ ഔട്ടായി എന്നുള്ള പേടിയോട് കൂടി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഈ രാഷ്ട്രീയത്തില്. നേതാവ് നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾ ഇനി വീട്ടിലിരിക്കണമെന്ന് ഏതെങ്കിലും നേതാവിനോട് പറഞ്ഞിട്ടുണ്ടോ കേരളത്തില്? അത് ശരിയാണോ? ഈ ആൾക്കാരുടെ പേര് പറയേണ്ട എന്നേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പിണറായി വിജയൻ ഒഴികെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും നരച്ചിട്ടില്ല. പിണറായിക്ക് മുഴുവനായിട്ട് നരച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇടകലർന്ന ആയിട്ടുള്ളൂ മൂപ്പർക്ക്. ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും കേരളത്തിൽ ഇപ്പം നരച്ച രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ കണ്ടവരാരുണ്ടായിരുന്നത്? പിന്നെ കെ കരുണാകരൻ ഉണ്ടായിരുന്നു, വക്കം പുരുഷോത്തമൻ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ ഒരു നരച്ച രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ ഇല്ല. ഇപ്പം വയലാർ രവീനൊക്കെ വല്ലപ്പോഴും കാണുമ്പോൾ ഉണ്ട്. ഇല്ല, നരക്കില്ല. അതുമാത്രമല്ല KPC പ്രസിഡന്റുമാരുടെ ഒരു വലിയ നിര വേറെയുണ്ട്. പിന്നെ KPCC പ്രസിഡന്റുമാരിൽ ജീവിച്ചിരിക്കുന്ന KPCC പ്രസിഡന്റുമാരിൽ നരച്ചിട്ടുള്ളത് തന്നെയുള്ള ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ. പിന്നെ സുധീരൻ നരച്ചിട്ടില്ല, MMS നരച്ചിട്ടില്ല, പിന്നെ മുരളീധരൻ നരച്ചിട്ടില്ല. ഇവർക്ക് ആർക്കും നരക്കാനുള്ള പ്രായം ആയിട്ടില്ല. ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ പ്രായമായി കഴിഞ്ഞാൽ ഔട്ടാവുന്ന അത്രയും കൂടുതൽ പിന്നെ റിസ്ക് എടുത്തിട്ട് ജോലി ചെയ്യുന്നൊരു മേഖലയിലാണ് അവർ നിൽക്കുന്നത്. അതൊരു പ്രശ്നമുണ്ട്.
പിന്നെ ഈ പറഞ്ഞ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ പ്രയോഗത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് അത് വ്യക്തികൾ മാത്രമല്ല മാധ്യമങ്ങളും ഉപയോഗിച്ചുകൂടാത്തത് ആണ് ഈ പറഞ്ഞ പ്രശ്നം. അത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് വ്യക്തിപരമായിട്ട് സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് അത് ചിലപ്പം ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. കാരണം അവിടെ ആർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല, ആരെ അവിടെ തടയാൻ പറ്റില്ല. പക്ഷേ മാസ് മീഡിയാസ് മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുന്നതിൽ വളരെ പിന്നെ രണ്ട് തരത്തിലുള്ള പ്രശ്നമുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത. കാരണം അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് പിന്നെ ഭാഷ ഉപയോഗിക്കുന്നിടത്തും ഭാഷയ്ക്കും പിന്നെ ഭാഷയുടെ മര്യാദ അപമര്യാദ, ബഹുമാന്യത അപമാന്യത എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നെ അളവുകോലുമൊക്കെ ഉണ്ട്. ഇതൊക്കെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പാലിക്കും. മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ ഈ ഏജിങ് ആണ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ തന്ത വൈബ് എന്ന് പ്രയോഗിക്കുന്നത് പിന്നെ അത് ഇതിൻ്റെ പേരിൽ മാത്രമുള്ള പ്രായത്തിൻ്റെ പേരിൽ മാത്രം ഒരാളെ പരിഹസിക്കലാണ്, അല്ലേ? പ്രായത്തിൻ്റെ പേരിൽ മാത്രം പരിഹസിക്കില്ല. ഇങ്ങനെ പ്രായത്തിൻ്റെ പേരിൽ ആളുകളെ പരിഹസിക്കാൻ മാധ്യമങ്ങൾ ചെയ്യരുതല്ലോ. ആളുകൾ ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളും ഇങ്ങനെ പ്രായത്തിൻ്റെ പേരിൽ ആളുകളെ പരിഹസിച്ചുവിടുക. അപ്പം പരിഹാസം എന്നുള്ള അർത്ഥത്തിൽ അതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ അത് ചെയ്യാറുണ്ട്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വന്ന തെറ്റാണ്, ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കാരണം ഇത് ഇങ്ങനെ തെറ്റാണ്, അപമര്യാദയാണെന്നുള്ളത് മാത്രമല്ല, ഇതിലൊരു പ്രശ്നമുണ്ട്. എഡ്യൂക്കേറ്റ് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ള ഒരു പണി കൂടി മാധ്യമങ്ങൾക്കുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥയിലാണെങ്കിൽ മലയാളം എന്ന ഭാഷ കേരളത്തിലകത്തും കേരളത്തിന് പുറത്തുള്ള മലയാളികളും ഇപ്പം ദൈനംദിനമായിട്ട് കാണുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിന് മാധ്യമങ്ങളോട് തന്നെയാണ്. പത്രങ്ങളുടെ ഈ ഓൺലൈൻ പിന്നെ പേജുകളിൽ നിന്നും ഈ ടി വികളുടെ സ്ക്രീനിൽ നിന്നും തന്നെയാണ് ഇപ്പം മലയാളത്തിൻ്റെ സ്ഥിതി നമുക്കറിയാലോ. ഇപ്പോഴും മലയാളത്തിൽ അക്ഷരമാല പഠിപ്പിക്കണമോ പഠിപ്പിക്കണ്ടയോ എന്ന് ഉറപ്പിച്ചിട്ടില്ലാത്ത സമയമാണ്. അത് അക്ഷരമാല പഠിപ്പിക്കണം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പോലും ഇപ്പം അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള മുഴുവൻ മന്ത്രിമാരും പഠിക്കുന്നത് SLC പഠിച്ചു വരുന്നവർക്ക് പിന്നെ മലയാളം എഴുതാനും വായിക്കാനും കൂടെ അറിയുന്നില്ല എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള പുതിയ തലമുറയിലെ ആളുകൾ ഈ ഭാഷ, ഇതിലെ അക്ഷരമാല, ഇതിലെ പ്രയോഗങ്ങൾ, വാക്കുകൾ, വാചകങ്ങളൊക്കെ പഠിക്കുന്നത് മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ട് തന്നെയാണ്. ആ ഓർമ്മ കൂടി മാധ്യമങ്ങൾക്കുണ്ടാവണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു മര്യാദ, ഭാഷാ പ്രയോഗത്തിലെ മര്യാദ, സാംസ്കാരികമായ മര്യാദ, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം മാധ്യമങ്ങൾ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കാൻ. പേഴ്സണലായിട്ട് ഇപ്പം വ്യക്തിപരമായിട്ട് ഇത് ചെയ്യാൻ സാധ്യതയുള്ള സോഷ്യൽ മീഡിയയിലെ പിന്നെ യൂട്യൂബർമാരോ വ്ളോഗർമാരോ ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് അത് തന്നെ മാധ്യമങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന അതല്ലല്ലോ നമ്മളുടെ പണി. നമുക്ക് നമ്മളുടെ പണിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് ഡിഗ്നിറ്റി അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് എത്തിക്സ്. അതെ, അതെന്താ വെച്ചാൽ അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ഈ പ്രബുദ്ധ മലയാളി, സംസ്കാര സമ്പന്നർ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അത് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത്, തിരിച്ചറിയുന്നത് നന്നാവും. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.